കൊല്ലം പെരുമ്പുഴയിലെ ആക്രമണക്കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. കിളികൊല്ലൂർ സ്വദേശി റിയാസാണ് പിടിയിലായത്. മറ്റു പ്രതികളെ മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നവംബറിലാണ് പെരുമ്പുഴ ഉന്നതിയിൽ ആക്രമണം നടന്നത്. ജിബിൻ എന്ന യുവാവിനെ തിരക്കി 5 അംഗ സംഘം സ്ഥലത്തെത്തുകയായിരുന്നു. ഇതിനിടെ പോകുന്ന വഴിയിൽ ഇവർ സഞ്ചരിച്ച വാഹനം തടഞ്ഞവർക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. പെരുമ്പുഴ സ്വദേശികളായ അനു, ജോൺ, ഗോപകുമാർ എന്നിവർക്ക് ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റിരുന്നു. പ്രതികൾ ഇവരെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ 3 പ്രതികളെ മുൻപ് പോലീസ് പിടികൂടി. കേസിലെ മറ്റൊരു പ്രതിയായ കിളികൊല്ലൂർ സ്വദേശി നിയാസിനായി പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. സംഭവത്തിന് ഒളിവിൽ പോയിരുന്ന പ്രതികളെ അന്വേഷിച്ച് വലിയ അന്വേഷണം മുണ്ട പോലീസിന്റെ ഭാഗത്തുണ്ടായി. പ്രത്യേകമായ ഒരു സ്ക്വാഡ് തന്നെ ഫോം ചെയ്ത് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ശ്രമം നടത്തിയിരുന്നു. കുറ്റകൃത്യം കമ്മിറ്റ് ചെയ്തതിനു ശേഷം അവര് കുറെ കാലം സ്റ്റേറ്റ് വിട്ട് തന്നെ പോയിരുന്നു. അപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സ്ക്വാഡ് നമ്മുടെ പല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചത് അന്വേഷണത്തിൽ ഇന്നലെ ആലപ്പുഴ ആറാട്ടുപടിക്ക് സമീപം ഇയാളുടെ ഭാര്യ വീടിന് സമീപത്ത് ഇയാളുള്ള ഇൻഫർമേഷൻ കിട്ടുകയും രാത്രി നമ്മുടെ പോലീസ് ഒരു അത്യന്തം ശ്രമകരമായ ഒരു പരിശ്രമത്തിലൂടെ കൊള്ളി നിയാസിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ കേസിലേക്ക് ഇന്ന് അയാളെ റിമാൻഡില് കോടതി റിമാൻഡ് പ്രവേശനം ഹാജരാക്കുകയാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് നിയാസ്. ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിൽ ഇനി ഒരു പ്രതി കൂടെയാണ് പിടിയിലാവാനുള്ളത്. ജനം, കൊല്ലം.